ഇത്തരത്തിലുള്ള ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഭയത്തെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. നമുക്ക് എല്ലാ ആളുകൾക്കും യക്ഷി, പ്രേതം, പിശാച് ഭയമല്ലേ കേൾക്കുമ്പോൾ തന്നെ? എന്നാൽ നിങ്ങളിൽ എത്ര ആളുകൾ ഈ ജീവിതത്തിനിടയ്ക്ക്, ഇത്രയും പ്രായത്തിനിടയ്ക്ക് യക്ഷികളെ കണ്ടിട്ടുണ്ട്, പ്രേതത്തെ കണ്ടിട്ടുണ്ട്, പിശാചിനെ കണ്ടിട്ടുണ്ട്? സിനിമകളിൽ വെള്ള വസ്ത്രമിട്ട് പാട്ടുപാടി നടക്കുന്ന, കോന്ത്രപ്പല്ല് വെച്ച് പൊട്ടിച്ചിരിക്കുന്ന, അട്ടഹസിക്കുന്ന യക്ഷികളെ അല്ലാണ്ട് ജീവിതത്തിൽ നിങ്ങൾ യക്ഷികളെ കണ്ടിട്ടുണ്ടാവുമോ? ചില ഹാലൂസിനേഷൻ പോലെയുള്ള അസുഖങ്ങളുള്ള ആളുകൾ ചിലപ്പോൾ ഹാലൂസിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നല്ലാതെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രേതത്തെ കണ്ട എത്ര ആളുകളുണ്ട്? പക്ഷേ ആ പ്രേതമെന്ന് പറയുന്ന ഇല്ലാത്ത, കാണാത്ത ചില നെഗറ്റീവ് എനർജി ഇഷ്യൂസൊക്കെ ഉണ്ട്. ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക് പോകുന്നില്ല, അത് വലിയ വിഷയമാണ്. പക്ഷേ അതല്ലാതെ 99.9% ആളുകളും ഇല്ലാത്ത, ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കാണാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത യക്ഷിയെയും പ്രേതത്തെയും പേടിച്ചല്ലേ ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്നത്? ഇരുട്ടത്ത് ഒന്ന് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പേടിയല്ലേ? അതുകൊണ്ട് ഭയമെന്ന് പറയുന്നത് നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇനി ഒരു ഭയം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള ഒരു ഭയത്തെ എടുത്ത് മുന്നിൽ നിർത്തുക, അതിനെ വിശകലനം ചെയ്യുക. ഇത് ലോകത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണോ? സംഭവിച്ചിട്ടുള്ളതാണോ? സംഭവിച്ചാൽ തന്നെ അങ്ങേയറ്റം എത്രത്തോളം പോകും? ഇതിനേക്കാൾ എത്രയൊക്കെയോ സംഭവിച്ചിരിക്കുന്നു എന്നിട്ടും അതൊക്കെ നമ്മൾ തരണം ചെയ്തല്ലേ ഇതുവരെ ഇവിടെ വരെ എത്തിയത്. ഇനിയും തരണം ചെയ്യും. അതുകൊണ്ട് ഭയം എന്ന് പറയുന്ന സാധനത്തെ ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ ആട്ടിപ്പായിക്കാൻ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിക്കുകയാണ്.